എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കേരളത്തിൽ 6-7 കമ്പനികളാണ് മെയിനായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവോക്ക്, ചാർജ് മോഡ്, ഗോയിസി, സിയോണ്, ടാറ്റ പവർ, റിലക്സ് മുതലായ കമ്പനികളാണ് മെയിനായിട്ട് ചാർജിങ് സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. റേറ്റുകളാണെങ്കിലും എല്ലാവരുടെയും പല റേറ്റുകളാണ്. 12 രൂപ 60 പൈസ മുതൽ റേറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവോക്കിനൊക്കെ 12 രൂപ 60 പൈസയേ ഉള്ളൂ. ഗോയിസിയും അതൊക്കെ അടുത്തടുപ്പിച്ച് വരുന്നു. ചാർജ് മോഡ് നമുക്ക് ദൂരയാത്ര പോകുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതെ നമുക്ക് ഒരിടത്തോട്ടും ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ളത് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ വണ്ടിയുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. നമ്മൾ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ വണ്ടിക്ക് എവിടെയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് സ്റ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. CCS2 ഗണ്ണാണ് എല്ലാ വണ്ടികൾക്കും തന്നെ ഉള്ളത്. അപ്പോൾ ആ ഗണ്ണുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ആപ്പുകളാണിത്. ഇത് ഞാൻ കേരളത്തിന് വെളിയിൽ പോകുന്നതുകൊണ്ടാണ് ഇത്തരം ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നമ്മൾ EV ഓണേഴ്സ് മെയിനായിട്ട് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ്. പ്ലഗ് ഷെയറിൻ്റെ ആപ്പ് എടുത്തിട്ട് നമ്മളതിനകത്ത് ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ് ഷെയറിൻ്റെ ആപ്പിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കൊരു റൂട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ ചുറ്റുവട്ടത്തുള്ള ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ നോക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷനിൽ നമ്മളെത്തും. അന്നേരം നമ്മൾ മാപ്പ് ഒന്ന് ചെറുതാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ചാർജിങ് സ്റ്റേഷനിൽ ഇപ്പം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് പൊന്മുഖത്തുള്ള ഗോയിസിയുടെ ക്ലയാട്ട് കഫേയിലുള്ള ചാർജിങ് സ്റ്റേഷനാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്നാ എടുക്കണമെന്ന് വെച്ചാൽ ചാർജിങ് സ്റ്റേഷൻ്റെ ആപ്പിൽ, അതായത് ഗോയിസിയുടെ ആപ്പിൽ പോയിട്ട് അവിടെ നമ്മൾ ഉദ്ദേശിച്ച ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ആ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. ഇപ്പം അത് നോക്കുമ്പം ബിസിയാണ്. ഗോയിസി ക്ലയാട്ട് കഫേയിലെ ചാർജിങ് സ്റ്റേഷൻ ബിസിയാണ്, ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് 1 അത് കാണിച്ചേക്കുന്നത്. ഫ്രീ ആയിട്ടൊന്നുമില്ല. അത് 25 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. അങ്ങനെ നമുക്ക് ഓരോ കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ്. അത് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സെർച്ച് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോട്ടയം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുന്നു. കോട്ടയം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിയുമ്പം ആ കോട്ടയം വന്ന് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കോട്ടയത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം കാണാൻ പറ്റും. ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് സ്ലോ ചാർജിങ് ആണ്. അതുപോലെ ഈ സ്പാനറിൻ്റെ പടം കാണിച്ചേക്കുന്ന ഒന്നെങ്കിൽ പുതുതായിട്ട് വരുന്ന ചാർജിങ് സ്റ്റേഷനായിരിക്കും, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്ന ചാർജിങ് സ്റ്റേഷനാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി അടുത്തത് എന്നാ വെച്ചാൽ നമ്മളൊരു റൂട്ട് പറഞ്ഞു കൊടുത്തിട്ട് ചാർജിങ് സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിന് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു S തിരിച്ചിട്ടേക്കുന്ന പോലത്തെ ഒരു ഇതുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. കറണ്ട് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കറണ്ട് ലൊക്കേഷൻ ഇപ്പം കോട്ടയം കൊടുത്തു. അപ്പോൾ അവിടെ താഴെ അത് ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്തു. പിന്നെ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുത്തു. ഡെസ്റ്റിനേഷൻ കോഴിക്കോട് കൊടുക്കാം. കോഴിക്കോട് വന്ന് കോഴിക്കോട് സെലക്ട് ചെയ്തു. ഇനി സെർച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പം നമുക്ക് നമ്മളൊരു റൂട്ട് കാണിക്കുക. ആ റൂട്ടിൻ്റെ സൈഡിലായിട്ട് ഇത്തരം ചാർജിങ് സ്റ്റേഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പോകുന്ന റൂട്ടിനോട് ചേർന്നുള്ള ചാർജിങ് സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ മാപ്പ് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൂട്ടിനോട് ചേർന്നുള്ള മാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മളൊരു ചാർജിങ് സ്റ്റേഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിൻ്റെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നമുക്കങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പ്ലഗ് ഷെയർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഗൂഗിളിലാണെങ്കിലും
സെർച്ച് EV ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചാർജിങ് സ്റ്റേഷനൊക്കെ കാണിക്കും. നോർമലി നമ്മൾ ഏത് കമ്പനിയുടെ ഫാസ്റ്റ് ചാർജിങ് ചെന്നാലും നമ്മൾ ചെല്ലുന്നു, കമ്പനിയുടെ ആപ്പ് തുറക്കുന്നു, നമ്മുടെ ഏത് ഗണ്ണാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുന്നു. ഇതാണ് പ്രൊസീജിയർ. അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. നോർമലി എല്ലാ ചാർജിങ് സ്റ്റേഷനിലും ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. ടാറ്റ പവറിൽ അവരുടെ RFID ഉണ്ടെങ്കിൽ കുറേ കൂടെ എളുപ്പമാണ് ചാർജിങ്. കാരണം വെച്ചാൽ ഒരിക്കൽ പോലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ ചാർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാൻ വരാറുണ്ട്. ബാക്കി സിയോണൊക്കെ ഓട്ടോ സ്റ്റാർട്ടാണ്. അവർ നമ്മൾ ഗൺ കുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ചാർജിങ്ങിലോട്ട് പൊക്കോളും. നമ്മൾ മെയിനായിട്ട് ഈ ചാർജിങ് സ്റ്റേഷനിൽ പോയി ടാറ്റയുടെ വണ്ടികൾക്ക്, പ്രത്യേകിച്ച് ടാറ്റയുടെ വണ്ടികൾക്ക് മെയിനായിട്ട് വരുന്നത് ആക്ച്വേറ്റർ ലോക്കാകാതെ ചാർജിങ് കയറത്തില്ലാത്തൊരു ഇഷ്യൂ ആണ് ഉണ്ടാകുന്നത്. ചാർജിങ്ങിൽ മെഷീൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആണെങ്കിൽ അവരുടെ കസ്റ്റമർക്കാരെ വിളിച്ചാൽ നമ്മുടെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ ചിലപ്പം ഡ്യുവൽ ഗണ്ണായിരിക്കും, ചിലപ്പോൾ സിംഗിൾ ഗണ്ണായിരിക്കും. ഡ്യുവൽ ഗണ്ണുള്ള ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണെങ്കിൽ അടുത്തൊരാളും കൂടെ വരും, അയാൾക്കും ചാർജ് ചെയ്യാൻ പറ്റണം എന്ന രീതിയിൽ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇനി സിംഗിൾ ഗണ്ണാണെങ്കിൽ നമ്മൾ അൺഅറ്റൻഡഡ് ആയിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒന്നെങ്കിൽ വണ്ടിയിൽ നമ്മുടെ നമ്പർ ഡിസ്പ്ലേ ചെയ്യിക്കുക, അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റിയോട് പറഞ്ഞേൽപ്പിക്കുക. ഇടയ്ക്കൊക്കെ നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കുക വണ്ടി ചാർജ് കയറുന്നുണ്ടോ, കറണ്ട് കറക്റ്റായിട്ട് പോയോ, ഫുള്ളായോ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫുള്ളൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ വന്ന് വണ്ടി മാറ്റിയിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ വരുന്ന ആൾക്ക് ചിലപ്പോൾ അയാൾ ചക്രശ്വാസം വലിച്ച് 2%, 3% ആയിരിക്കും അവിടെ എത്തുന്നത്. അയാൾക്ക് ചാർജ് ചെയ്യാനും പറ്റത്തില്ല. എല്ലാവർക്കും ചാർജ് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടെ ഈ ചാർജിങ് സ്റ്റേഷനിൽ വരുമ്പം കൺസിഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നോട് പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലർ വണ്ടി കുറുകെ ഇട്ടിട്ട് പോകും, 2 കണ്ണുണ്ടായിരിക്കും, പക്ഷേ അവർ ക്രോസ് ആയിട്ട് ഇട്ടിട്ട് പോകും, പിന്നെ ഒരു രീതിയിലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അവർ അടുത്ത ചായ കുടിക്കാനൊക്കെ പോകുന്നതായിരിക്കും, പക്ഷേ നമ്പറും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവർ വരും, പിന്നെ അവരുമായിട്ട് വഴക്കുണ്ടാക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.